കാസർഗോഡ് വിഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഓണം സ്പെഷ്യൽ ടോക്ക് ടൈമിലേക്ക് സ്വാഗതം. നമുക്കറിയാം, ഓണം എന്നത് നമ്മുടെ ദേശീയ ഉത്സവമാണ്. ഓണസമയത്ത് നമുക്ക് സന്തോഷവും സമൃദ്ധിയും ഒക്കെ ഉള്ളൊരു സമയമായിട്ടാണ്, അല്ലെങ്കിൽ ആഘോഷവേളയായിട്ടാണ് നമ്മളൊക്കെ കാണുന്നത്. ഓണം ആഘോഷിക്കാൻ യാതൊരുവിധ ജാതി മത ഭേദമെന്നേ മറ്റ് തരത്തിലുള്ള അതിർത്തികളൊന്നുമില്ല. ദേശീയ ഉത്സവമായതുകൊണ്ട് ലോകത്തെ എവിടെ മലയാളികളുണ്ടെങ്കിലും അവിടെയൊക്കെ ഓണം വളരെ ഗംഭീരമായിട്ടാണ് ആഘോഷിക്കുന്നത്. ഇപ്രാവശ്യം ഓണവിശേഷങ്ങൾ കാസർഗോഡ് വിഷൻ്റെ പ്രേക്ഷകരുമായി സംവദിക്കുന്നത് ഒരു കൂട്ടം ഡോക്ടർമാരാണ്. നമുക്ക് ആദ്യം അവരെ പരിചയപ്പെടാം. ഡോക്ടർ ദീപ, ഡോക്ടർ രൂപാപ്പൈ, ഡോക്ടർ ആരതി, ഡോക്ടർ ശ്രുതി, ഡോക്ടർ നീരജ. ഇവരുടെ ഓണവിശേഷങ്ങളാണ് കാസർഗോഡ് വിഷൻ്റെ പ്രേക്ഷകരോട് ഇപ്പോൾ സംവദിക്കുന്നത്. നമുക്ക് ദീപ മാമിൽ നിന്ന് തുടങ്ങാം. മാം, ഓണം നമുക്കറിയാമല്ലോ, ദേശീയ നമ്മുടെ പ്രത്യേകിച്ച് മലയാളികളുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ് ഈ ഓണം എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് മലയാളികൾ മാത്രമല്ല ഓണം ആഘോഷിക്കുന്നത്. അതിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് യാതൊരുവിധ അതിർവരമ്പുകളും ഇല്ലാതെ അത് വ്യത്യസ്ത രാജ്യങ്ങളിൽ ആഘോഷിക്കുന്നുണ്ട്, വ്യത്യസ്ത സ്റ്റേറ്റുകളിൽ ആഘോഷിക്കുന്നുണ്ട്, നാട്ടുമ്പുറങ്ങളിൽ ആഘോഷിക്കുന്നുണ്ട്. എല്ലാ തലത്തിലും സമസ്ത മേഖലയിലും ഓണം വളരെ സമൃദ്ധിയോടും സന്തോഷത്തോടും ആഘോഷിക്കുന്ന ഒരു വേളയാണ് ഓണം എന്ന് പറയുന്നത്. ദീപ മാം, പറയൂ, എങ്ങനെയാണ് നിങ്ങൾ ഓണം ആഘോഷിക്കുന്നത്? ഓണം എന്ന് പറയുമ്പം എപ്പോഴും ഒരു സന്തോഷത്തിൻ്റെയാണ്. എല്ലാവർക്കും എപ്പോഴും ഒരു എന്താ പറയുക, നമ്മളിങ്ങനെ മുന്നേ ആഘോഷിക്കാൻ വേണ്ടി ഇഷ്ടപ്പെടുന്ന ഒരു ഇതാണ്, ഒരു ഉത്സവമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ ഓണം വെക്കേഷൻ, പുതിയ ഡ്രസ്സ്, നമ്മൾ എന്താ പറയുക, ബന്ധുക്കളെല്ലാവരും അന്നായിരിക്കും, നമ്മൾ കസിൻസ് എല്ലാവരും കൂടെ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു മേളം, അതിൻ്റെ ഒരു ആഘോഷം 1-2 ദിവസം. പിന്നെ വലുതായപ്പം കോളേജ്, അത് കഴിഞ്ഞ് എന്താ പറയുക, കരിയർ, ഇതൊക്കെ ആയപ്പോഴും നമ്മൾ ആ ഒരു കോളേജിലുള്ള ഓണാഘോഷം, പിന്നെ ആ സ്ഥാപനത്തിലെ ഓണാഘോഷം, കരിയറിൽ ഏത് ഗ്രോത്ത് വന്നാലും ആഘോഷത്തിന് ഒരു കുറവുണ്ടായില്ല. അപ്പം അങ്ങനെയുള്ള ഓണാഘോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കോവിഡിന് ശേഷം നമ്മൾ ആഘോഷങ്ങൾ കുറച്ചും കൂടെ നന്നായിട്ട് ഭയങ്കര അടിപൊളിയായിട്ട് ആഘോഷിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ കോവിഡിന് ശേഷം അല്ലേ, എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കും അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ലേ? ഓണം ആഘോഷത്തെക്കുറിച്ച് ദീപമ്മൻ പറഞ്ഞല്ലോ. അതായത് ഏത് കാര്യം, നമ്മുടെ ലൈഫിൻ്റെ ഏത് സ്റ്റേജിലായാലും ആഘോഷത്തിന് ഒരു പഞ്ഞവുമില്ല, ഒരു കുറവുമില്ല. എങ്ങനെ ഒന്ന് കൂട്ടിച്ചേർത്തേ? എനിക്ക് ഓണം എന്ന് പറഞ്ഞാൽ ഓർമ്മ വരുന്നത്, നമ്മുടെ കസിൻസൊക്കെ സാധാരണ എല്ലാവരും ഇത് കേരളത്തിന് പുറത്തുള്ളവരാണ്. സോ അവർക്കൊക്കെ ഭയങ്കര അതിശയമാണ് 10 ദിവസം ലീവ് ഈ സമയത്തോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് നമുക്കൊരു അഹങ്കരിക്കുന്ന ഒരു കാര്യമായിരുന്നു ചെറുപ്പത്തിൽ. പിന്നെ മാത്രമല്ല, അന്നൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ ഫാദർ എംപ്ലോയീസിനൊക്കെ ഗിഫ്റ്റ് വാങ്ങാനായിട്ട് പോകുന്ന സമയമായിരുന്നു അത്. അപ്പം നമ്മളെയും കൂടി കൂട്ടും, നമുക്കും കൂടി ഒരു ഷോപ്പിങ്ങിൻ്റെ അവസരമായിരുന്നു അത്. അപ്പോൾ ഭയങ്കര സന്തോഷമുള്ള സമയം തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കുറേ IMA ആണെങ്കിലും റോട്ടറി ആണെങ്കിലും ഏതെങ്കിലും ഗെറ്റ് ടുഗെദർ ഗ്രൂപ്പ്സ്, അവരൊക്കെ ഒരു ഫംഗ്ഷനായിട്ട് ഇത് നടത്തുന്ന കാര്യം തന്നെയാണ്. പഴയ കാലത്തിനപ്പുറത്ത് നമ്മൾ കുടുംബങ്ങളിൽ ആഘോഷിക്കുന്നതോടൊപ്പം തന്നെ ഇന്ന് നമ്മൾ ഓരോ കോർ ഗ്രൂപ്പും അവരുടേതായ രീതിയിലുള്ള ഓണാഘോഷങ്ങൾ. പിന്നെ മാത്രമല്ല, ഈ പറഞ്ഞ പോലെ ഇപ്പൊ മാംഗ്ലൂർ പോയാലും അവിടെ മലയാളി അസോസിയേഷൻ, ഏത് സ്ഥലത്ത് പോയാലും ഇപ്പൊ അതാത് സ്ഥലത്തെ അസോസിയേഷനുകൾ നടത്തുന്നുണ്ട്. അതിൽ മലയാളി മാത്രം ആവണം എന്നില്ല, അവർക്ക് ക്ലോസ് ആയിട്ടുള്ളവരും എല്ലാം വരുമ്പോൾ അതൊരു കോസ്മോപോളിറ്റൻ തന്നെ ആയി. ഇത് ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ മാത്രമല്ല, ഇപ്പോൾ ആ പറഞ്ഞതാണ് ശരി. വളരെയധികം വിപുലീകരിച്ചിട്ട് എല്ലാ ഭാഷ സംസാരിക്കുന്ന ആളുകൾ, വ്യത്യസ്ത സംസ്കാരമുള്ള ആളുകൾ, ഇവരൊക്കെ ഇന്ന് ഓണം അല്ലെങ്കിൽ ഓണത്തിന്റെ വരവ് ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ സമൂഹത്തിൽ നമുക്ക് കാണാൻ പറ്റും. ആരതി മാം, ഇതൊക്കെ ഇങ്ങനെ കേട്ടിട്ട് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. ഇവിടെ എല്ലാം ഓണം അവരെ ചെറുപ്പകാലത്ത് പറഞ്ഞു, കരിയറിൽ പറഞ്ഞു. ആരതി മാം കാര്യമായിട്ട് അത് കൂട്ടിച്ചേർക്കാനുണ്ട്. ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയുമല്ലോ. അതായത് നമ്മുടെ ജീവിത സാഹചര്യം എന്ത് തന്നെയാണെങ്കിലും, നമ്മുടെ പ്രായമോ നമ്മുടെ ജീവിതത്തിലെ മറ്റ് സാഹചര്യങ്ങളോ എന്ത് തന്നെയാണെങ്കിലും നമ്മൾ എല്ലാം ഓണം പോലെ അത്ര ഒരു മനസ്സോടെ ആഘോഷിക്കണം എന്നല്ലേ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടിക്കാലത്തെ ചെറുപ്പകാലത്തെ ഓണാണെങ്കിലും ഇപ്പോഴത്തെ ഓണാണെങ്കിലും അതിൻ്റെ ആ ഒരു മെസ്സേജ്, അതിൻ്റെ ആ ഒരു നമുക്ക് കിട്ടുന്ന ഒരു ഫീലിംഗ്, അതിൽ യാതൊരു മാറ്റവും ഇല്ല. പിന്നെ ഇപ്പോഴാണെങ്കിൽ നമ്മുടെ കുട്ടികൾക്കും നമ്മൾ ചെറുപ്പകാലത്തിൽ എൻജോയ് ചെയ്ത് നമ്മൾ ചെറുപ്പകാലത്തിലുള്ള അതേ ഒരു അനുഭൂതി ഓണം കൊണ്ട് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് പിന്നെ അർജുൻ മാമിൻ്റെ എല്ലാം ചെറുപ്പകാലത്ത് ആഘോഷിച്ച പിന്നെ നമ്മൾ കൺവെൻഷനലായിട്ട് നമ്മൾ പണ്ട് ആഘോഷിച്ച ആ രീതി
നമ്മളെ കുട്ടികൾക്കും അതേപോലെ കിട്ടുന്നതിലൊരു അല്ലെ ആ ഒരു രീതി ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നത് ആത്മാർത്ഥമായിട്ട്. അതിൽ കുറച്ച് കാര്യങ്ങൾ അതിൽ മിസ്സിംഗ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. മിസ്സിംഗ് ഫാക്ടേഴ്സ് ഒന്ന്, നമ്മൾ ഓണം പ്രത്യേകിച്ച് എനിക്ക് ഓർമ്മ വരുന്നത് പൂക്കള്. നമ്മൾ പൂക്കള് ഒരിക്കലും നമ്മൾ വാങ്ങാറുണ്ടായിരുന്നില്ല. എപ്പോഴും നമ്മളെല്ലാവരും കൂടി നമുക്കൊരു ഗ്യാങ് ഉണ്ടാവും, ഒരു സർക്കിൾ ഉണ്ടാവും, ഒരു ഫ്രണ്ട്സിൻ്റെ. നമ്മളെല്ലാവരും കസിൻസ് ആണെങ്കിലും അടുത്തുള്ള കുട്ടികളാണെങ്കിലും നമ്മുടെ കൂട്ടുകാരാണെങ്കിലും എല്ലാവരും കൂടി ഒന്നിച്ചിറങ്ങലായി, അതായത് ഈ പൂക്കൾ പറിക്കാൻ വേണ്ടിയിട്ട്. ഡോക്ടർ കാലത്ത് ഈ വയലിലാ പോകുന്നത് അല്ലാത്ത എവിടുന്ന ഈ പൂക്കളൊക്കെ കളറ്റിയില്ല ആ കാലഘട്ടത്തിൽ? അതെ, അവിടെ ഒരു പണ്ടൊന്നും ഇങ്ങനെ വലിയ മതിലുകളൊന്നും അങ്ങനെ ഇല്ലല്ലോ. അപ്പൊ നമുക്ക് ആരുടെ വീട്ടിൽ എവിടെന്നോ വീട്ടിൽ നിന്നാണെങ്കിലും ആ ഒരു പറമ്പിൽ നിന്നാണെങ്കിലും നമുക്ക് അങ്ങനെ നമ്മൾ ചോദിക്കലൊന്നുമില്ല. അങ്ങനെ ഒരു എന്താ പറയാ, നമ്മൾ പറച്ചോട്ടെ എന്നോ അങ്ങനെ ഒന്നുമില്ല. അപ്പം എവിടെ നിന്ന് പൂ പറിച്ചാൽ ആരൊന്നും പറയാറുമില്ല. നമുക്ക് അങ്ങനെ ഒരു അനുവാദം ചോദിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പൂക്കൾ എവിടെയൊക്കെ കിട്ടുന്നു അതെല്ലാം പറിച്ചു കൊണ്ടുവന്നിട്ട് ഇപ്പം നമുക്ക് അങ്ങനെ നമ്മൾ പറിക്കാൻ പോവാറില്ലല്ലോ, കൂടുതലും വാങ്ങിയിരുന്നു. അതൊരു ആ ഒരു പറിക്കാൻ പോകുന്ന ആ ഒരു പ്രോസസ്സ്, അതൊക്കെ ഒരു നമുക്ക് ഒരുമ ഉണ്ടാക്കുന്ന ഓണത്തിന്റെ ഏറ്റവും വലിയ മെസ്സേജ് ഒരുമയാണല്ലോ. ലൈക്ക് ആ ഒരു യൂണിറ്റിയാണ് ഓണത്തിന്റെ മെയിൻ ആ ഒരു ഇതെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം ഈ പറയുന്ന പോലെ നമ്മൾ പൂവൊക്കെ വാങ്ങിയിട്ട് കൊണ്ടുവന്നിട്ട് പിന്നെ പൂക്കളം ഉണ്ടാക്കുന്ന സമയത്ത് കുട്ടികളോട് പറയുക, ഞങ്ങൾ അതായത് അമ്മയൊക്കെ അല്ലെങ്കിൽ നമ്മളൊക്കെ ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ ഇങ്ങനെയല്ല പിന്നെ പൂവിട്ടത്, ഞങ്ങൾ പോയിട്ട് തൊടിയിൽ നിന്നൊക്കെ അല്ല പിന്നെ പറമ്പത്തു നിന്നൊക്കെ പറിച്ചുകൊണ്ട് അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. ഇതൊക്കെ കുട്ടികളോട് ഷെയർ ചെയ്യാറുണ്ട്. നമ്മുടെ എല്ലാ എക്സ്പീരിയൻസും അത്ഭുതത്തോടെ നോക്കുന്നുണ്ടോ? ഉണ്ട്. അതായത് തുമ്പപ്പൂവൊന്നും ഇപ്പൊ അങ്ങനെ തുമ്പപ്പൂ എന്ന് പറഞ്ഞ കുട്ടികൾക്ക് അറിയോ? ഇല്ല, തുമ്പപ്പൂ ഇപ്പം അവര് തുമ്പപ്പൂ ഇടുന്നതായിട്ട് കാണില്ല. അവര് കിട്ടുന്ന പൂവ് പിന്നെ വാങ്ങുന്ന പൂവ് അങ്ങനെയെല്ലാം കുറച്ചെല്ലാം വീട്ടിൽ അങ്ങനെയൊക്കെ ഉള്ളുണ്ട്. ഇതിന്റെ ബാക്കി എനിക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ അറിയാനുണ്ട്. കാരണം വെച്ചാൽ തുമ്പപ്പൂ പലതരം പൂവുകളുണ്ട്. നമുക്ക് ഈ ആ വിഷയത്തിലേക്ക് വരാം. ശ്രുതി മാം ഇവിടെ പൂക്കളം വരെ എത്തിച്ചു. കുറേ കാര്യങ്ങൾ എൻ്റെ തലയിൽ നടക്കുന്നുണ്ടായിരുന്നു. ലൈക്ക് വാട്ട് ഡു ഐ ഹാവ് ടു ടെൽ. പൂക്കളമെന്ന് പറയുമ്പോൾ ഐ വാസ് ദെയർ. ഒരു കൊല്ലം ഞാൻ മലപ്പുറമിലുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പൂക്കളമിൻ്റെ കോമ്പറ്റീഷൻസ് ഉണ്ടായിരുന്നു. ആർത്തി മാം പറഞ്ഞ പോലെ യു നീഡ് നോട്ട് ബി എ മലയാളി. ഇപ്പോൾ എല്ലാവർക്കും ഓൾമോസ്റ്റ് കാഞ്ഞങ്ങാടിൽ അറിയാം. ഞാൻ ഔട്ട്സൈഡ് സ്റ്റേറ്റിന് ഇപ്പോൾ വന്നിട്ട് ഒരു ഹാഫ് മലയാളി ആയിട്ടുണ്ട്. ആൻഡ് ഐ എം പ്രൗഡ്ലി ടെല്ലിങ് ദാറ്റ് ബിക്കോസ് മലയാളത്തിൽ ഇല്ല കേരളത്തിൽ കിട്ടിയ ആക്സെപ്റ്റൻസ് ഐ ഓൾവേസ് ഒരു ഗ്രാറ്റിറ്റ്യൂഡാണ്. സോ പീപ്പിൾ ഹാവ് ആക്സെപ്റ്റഡ് വെരി ബ്യൂട്ടിഫുള്ളി. ആർത്തി മാം പറഞ്ഞ പോലെ ഇന്ന് രാവിലെയും എൻ്റെ മോൻ്റെ സ്കൂളിലേക്ക് കുറേ പൂനെ ഞാൻ പറിച്ച് തന്നു. തുമ്പപ്പൂനെ സെപ്പറേറ്റ് പ്ലാസ്റ്റിക്കിൽ വെച്ചിട്ട് നമ്മുടെ വീട്ടിൽ അതിൻ്റെ ചെടിയുണ്ട്, സെപ്പറേറ്റ് പ്ലാസ്റ്റിക്കിൽ വെച്ചിട്ട് അതിന് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തു വിട്ടു. ബിക്കോസ് ഐ ഓൾസോ നോ ദി ഇമ്പോർട്ടൻസ്. ഇപ്പോൾ തുമ്പപ്പൂവിൻ്റെ എന്താ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന്. സോ അത്രയും ഒരു പൂക്കളം ഐ എൻജോയ് പൂക്കളം. ഓണം വരുമ്പോൾ ഇതൊന്ന് പ്ലസ് നമ്മുടെ സ്റ്റാഫിൻ്റെ കൂടെ എല്ലാം നമ്മൾ ഓണം എന്ന് പറയുമ്പോൾ നമ്മൾ ആഘോഷിക്കുന്നത് മാത്രമല്ല, എല്ലാ ഫ്രണ്ട്സ് സ്റ്റാഫും മറ്റേ എല്ലാവരും. പിന്നെ ഈ ഗെയിംസ് അതൊക്കെ ഗിഫ്റ്റ്സ് ഇതെല്ലാം ഒരു സന്തോഷത്തിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. എല്ലാവരും യുണൈറ്റ് ആയിട്ട് ഒരു റെയർ ഓപ്പർച്യൂണിറ്റി ആയിട്ട് വരുന്നതാണ് നമുക്ക് ഓണം എന്ന് പറയുന്നത്. എക്സാക്ട്ലി. ഓക്കെ, നിരജ മാം പൂക്കളം റെഡിയായി. ആ പൂ എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നത് ഇവിടെ രണ്ടാളും കൂടി ഷെയർ ചെയ്തു. അതായത് ശ്രുതി മാം ആരതി മാം കൂടി നമുക്ക് ആ സദ്യയിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു നിരജ മാമിന് ഈ പൂ കുറച്ചും കൂടി നാട്ടിൻപുറത്തെല്ലാം കിട്ടുന്നുണ്ട്. അതുകൂടി ഷെയർ ചെയ്യാം പ്രേക്ഷകരുമായിട്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ പുറത്തായിരുന്നു. പുറത്ത് പറഞ്ഞ ആന്ധ്രയിൽ. സോ ആന്ധ്രയിൽ ശരിക്കും ഓണത്തിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല ആ കാലത്ത്. ശരിക്കും 25 years ഞാൻ വിശാഖപട്ടണത്തിലാണ് ജനിച്ച് വളർന്ന്. അവിടെ എൻ്റെ മെഡിക്കൽ എഡ്യൂക്കേഷൻ കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത്. പക്ഷെ അന്നേരം നിങ്ങൾ വിചാരിക്കും ഞാൻ ഓണം ഒന്നും സെലിബ്രേറ്റ് ചെയ്യാറില്ല, മലയാളം അറിയില്ല, എഴുതാൻ അറിയില്ല, എല്ലാം വിചാരിക്കും. പക്ഷെ അല്ല, അവിടെ വിശാഖപട്ടണത്ത് നമുക്കൊരു മലയാളീസ് അസോസിയേഷൻ ഉണ്ട്. സോ എല്ലാ കേരളക്കാരും നമ്മളൊരു അസോസിയേഷൻ ഫോം ചെയ്ത് ഈ ഓണത്തിൻ്റെ ആ ഒരു മന്ത് എത്തുമ്പോൾ തന്നെ തുടങ്ങി നമ്മൾ സെലിബ്രേഷൻ. സോ സെലിബ്രേഷൻസ് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ 10 ദിവസം സെലിബ്രേഷനാണ്. ഓരോ ദിവസം ഓരോരോ കോമ്പറ്റീഷൻസ് ആണ്. സോ ഒരു ദിവസം പാട്ട് മത്സരമായിരിക്കും, ഒരു ദിവസം പൂക്കളായിരിക്കും, ഒരു ദിവസം ഡാൻസ് ആയിരിക്കും. സോ നമ്മളെ കണ്ട് കുറേ അവിടുത്തെ ആൾക്കാരെല്ലാം ചോദിക്കും ഇതെന്താണ് ഈ ഫെസ്റ്റിവൽ ഇത്രയും ദിവസമോ? അവർക്കൊക്കെ പൊങ്കൽ, സംക്രാന്തി, പിന്നെ അതൊക്കെയാണ് വലിയ ഫെസ്റ്റിവൽസ്. സോ അതൊരു 3-4 ദിവസം കൂടിപ്പോയാൽ 5 ദിവസം ദസറയായാലും.
പക്ഷെ നമുക്ക് 10 ദിവസം. സോ അവർക്ക് ഭയങ്കര ആശ്ചര്യം. നിങ്ങൾക്ക് ആകെക്കൂടെ ഈ 10 ദിവസം നമ്മൾ അത്തം മുതലാണ് ഇവിടെ കൂടുതൽ സജീവമാകുന്നത് ഓണത്തിന്. ഇതുപോലെ അത്തം മുതൽ ആന്ധ്രയിലും പിന്നെ ആഘോഷങ്ങൾ സജീവമാകുന്നുണ്ടോ ഈ അസോസിയേഷൻ? ആന്ധ്രയിൽ പറഞ്ഞാൽ നമ്മൾ മലയാളീസിലെ ഒരു കോർ ഗ്രൂപ്പ് ഉണ്ടാവുമല്ലോ മലയാളീസിന്റെ. അതെ അതെ. ഓണം ആ ഒരു സെലിബ്രേഷൻ ആ ആദ്യത്തെ ദിവസം മുതൽ തന്നെ നമ്മളെ ഓരോരോ കോമ്പറ്റീഷൻസ് സ്റ്റാർട്ടാവും. പക്ഷെ പൂക്കളും നമ്മളെ വീട്ടിന്റെ മുമ്പിൽ നമ്മൾ പൂവൊക്കെ അറേഞ്ച് ചെയ്യുന്നത് അത്തം മുതലാണ്. ഇപ്പം എൻ്റെ വീട്ടിലാണെങ്കിൽ ബോത്ത് ദ പേരൻസ് വർക്കിംഗ് ആയതുകൊണ്ട് നമുക്കിപ്പോൾ എല്ലാ ദിവസവും അങ്ങനെ പൂക്കളം ഇടാൻ പറ്റാറില്ല. പക്ഷേ എന്തായാലും അത്തം മുതൽ എന്തായാലും പൂക്കളം ഇടാൻ തുടങ്ങും. പിന്നെ ഓണത്തിൻ്റെ ആ മെയിൻ തിരുവോണത്തിൻ്റെ ദിവസമാണ് നല്ല വലിയ പൂക്കളം ഇട്ടിട്ട് എല്ലാവർക്കും കാണിക്കും. സോ നമ്മളെ ഫ്ലാറ്റ് സിസ്റ്റമാണ് അവിടെ. അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ പുറത്ത് വന്നിട്ട് നോക്കും, നമ്മൾ പൂക്കളെല്ലാം നോക്കിയിട്ട് ഓ ഇതാണല്ലേ നിങ്ങൾ ഓണം. അന്നേരം നമ്മൾ പറയും മഹാബലി വരും, അതുകൊണ്ട് നല്ല പൂക്കളം അറേഞ്ച് ചെയ്താൽ അന്നേരം വേഗം നമ്മൾ വീട്ടിലേക്ക് മഹാബലി വരുമാണ് നമ്മൾ പറയാറ്. ഇപ്പം ഈ ആന്ധ്ര എന്നൊക്കെ പറയുന്നത് നമ്മൾ ഒരു ഡിഫറെന്റ് കൾച്ചർ തീർച്ചയായിട്ടും ഉണ്ടാവും. പൊങ്കല്, ശങ്കർ, ഇങ്ങനെയൊക്കെയുള്ള പല ദീപാവലി ഇതൊക്കെ എനിക്ക് തോന്നുന്നു അല്ല, ഇപ്പം ദീപാവലിയൊക്കെ കൂടുതൽ ആഘോഷിക്കുന്ന ഒരു സ്റ്റേജാണത്. പക്ഷെ അത്തരത്തിൽ ആ ഒരു സ്റ്റേജിൽ നമ്മൾ ഈ ഓണത്തിന് ഈ പറയുന്ന പൂക്കളം അല്ലെങ്കിൽ ഡിഫറെന്റ് പല കളികളും ഉണ്ടല്ലോ, ഇതൊക്കെ കാണുമ്പോൾ ആ പ്രദേശത്തിലെ ആളുകൾ വളരെ കൗതുകത്തോടെ നോക്കും. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ് അവർക്ക്, ഭയങ്കര അതെ. ഓ ഡെഫിനറ്റ്ലി. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അവരെയും കൂടി ഇൻവൈറ്റ് ചെയ്യാറുണ്ട്. സോ ഈ കേരള കലാസമിതി പറയും. സോ ഈ കേരള കലാസമിതിയിൽ നമ്മൾ അവിടുത്തെ ആന്ധ്രക്കാരെയും പിന്നെ അവിടുത്തെ തെലുഗു സ്പീക്കിംഗ് ആൾക്കാരെയും വിളിക്കും. എന്നിട്ട് അവർ നമ്മളെ കൂടെ തിരുവാതിരയും പിന്നെ എന്താ കൈകൊട്ടിക്കളി അങ്ങനെ കുറേ നമ്മളെ എന്താ പറയുക നാട്ടിൽ അല്ലെ കേരളത്തിൽ മാത്രം കാണുന്ന കുറച്ച് ഐറ്റംസും കാര്യങ്ങളും ഒക്കെ അവരും കൂടെ ചെയ്യും. ഓ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അതുകൊണ്ട് ശരിക്കും ഔട്ട് ഓഫ് ഇൻട്രസ്റ്റില് അവർ വേഗം പഠിച്ചെടുക്കും. ചിലപ്പോൾ വേഗം പഠിച്ചെടുക്കും. ഇപ്പം പറഞ്ഞില്ല കൈകൊട്ടിക്കളി, തിരുവാതിരക്കളി, ഇതൊക്കെ നമ്മളെ നാട്ടിൽ ആന്ധ്രയിൽ പോയി നിരതമയം ചെയ്ത കാര്യങ്ങളാണ് നമ്മളോട് പറയുന്നത്. നമുക്കിപ്പം നമ്മുടെ സ്റ്റേറ്റിലേക്ക് വന്നാൽ എങ്ങനെയായിരുന്നു ആ കാലഘട്ടത്തിൽ? നമ്മുടെ ഇതിലും ഒട്ടും ഒട്ടും പിന്നോട്ടൊന്നല്ല. അങ്ങനെയല്ല, അങ്ങനെ വിട്ടുകൊടുക്കാം. നമ്മളെ നാട്ടിൻപുറത്താണെങ്കിൽ ഈ കുറെ ക്ലബ്ബുകൾ ഉണ്ടാവില്ലേ, വായനശാല ക്ലബ്ബുകൾ. അപ്പൊ അവരുടെ ഓണാഘോഷം എനിക്കൊന്ന് വേറെ ലെവലാണ് ഉള്ളത് അല്ലേ. കൈകൊട്ടിക്കളിയുണ്ട്, പല എന്താ പറയാ ഗെയിംസ്, പിന്നെന്താ പായസം വിതരണം, പായസം വെക്കൽ, അങ്ങനെ നാട്ടിൻപുറത്തൊട്ടും എനിക്ക് തോന്നുന്നു നാട്ടിൻപുറത്തെ ഓണത്തിന് വേറെ തന്നെ ഒരു ഇതാണ്. അത് സത്യമാണ്. എനിക്ക് ശരിക്കും ഇവിടെ വന്നതിന് ശേഷമാണ് ആ ശരിക്കും ഓണത്തിൻ്റെ ഒരു ആ ഇമ്പോർട്ടൻസ്, ആ മൊത്തത്തിൽ ക്ലൈമറ്റും മാറും, ആൾക്കാരെ എന്താ പറയുക നമ്മളെ എല്ലാ ലൈഫ് സ്റ്റൈലിനെ ആ ഒരു 10 ദിവസം മൊത്തത്തിൽ മാറും. എല്ലാവരും ഫ്രാങ്ക് ആയിട്ടൊരു ആൻസർ പറയണം. നമ്മൾ ഈ വൈബൊക്കെ പറഞ്ഞില്ലേ, ഇത് സദ്യയിലെത്തുമ്പോൾ അതിന്റെ ഏറ്റവും നന്നായിട്ടുള്ള ഒരു അവസ്ഥ കിട്ടും. സത്യമായിട്ട് ആൻസർ പറയണം കേട്ടോ. അതായത് എനിക്ക് കൂട്ടുകറിയാണ് ഞാൻ പറഞ്ഞില്ലേ ഇതില്. അതെ, നമ്മൾ പ്രേക്ഷകരോട് നമ്മളൊന്നും മറച്ചു വെക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ കൈകൊട്ടിക്കളി പറഞ്ഞു, ബാക്കിയിലെ പൂക്കളത്തെ കുറിച്ച് പറഞ്ഞു, നിരന്തരം ആന്ധ്രയിൽ പോയിലെ കാര്യങ്ങൾ പറഞ്ഞു, മലപ്പുറത്ത് ഓണാഘോഷിച്ച കഥ പറഞ്ഞു, ചെറുപ്പത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉപമയും ആരതിമയും പറഞ്ഞു. നമുക്ക് സദ്യയിലേക്ക് നീങ്ങുകയാണെങ്കിൽ ബി ഫ്രാങ്ക്, നമുക്ക് തുറന്ന് പറയാം, സദ്യയിലെത്തുമ്പോഴാണോ ഓണത്തിന്റെ അതിന്റെ പെർഫെക്ഷൻ എത്തുന്നത്? സൈലൻസ് വന്നത് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല. ഞാൻ പറഞ്ഞില്ലേ നമ്മളിപ്പം ഡ്രസ്സ് എടുക്കുന്ന പറഞ്ഞു, വിവിധതരം കളികള്, പിന്നെ നാട്ടുപുറത്തെ കാര്യങ്ങളും. ദീപ കലാശപ്പെട്ട് കറക്റ്റ്, അവിടെയാണ് അതിന്റെ പോയിന്റ്. ദീപ മാം ഒന്നും മറച്ചു വെക്കുന്നില്ല, ബാക്കി എല്ലാവരും ഹൈഡ് ചെയ്യുന്നുണ്ട്. ഇല്ല ഒന്ന് സപ്പോർട്ട് ചെയ്യണം ദീപ മാമിന്. അതൊന്ന് കലാശപ്പെട്ട് അത് അവിടെ നിർത്തണ്ട, ഒന്ന് സപ്പോർട്ട് ചെയ്യാനോ നമുക്ക്. ദീപ മാം ഒന്ന് പറഞ്ഞു ഏതൊക്കെയാണ് ഈ സദ്യയിൽ ഐറ്റംസ്, വിഭവങ്ങൾ എന്തൊക്കെയാണ്? അങ്ങനെ അല്ല ഓർഡറിൽ ഇല്ലെങ്കിലും എന്നാലും ഒരു ഫേവറേറ്റ് ഐറ്റംസ് ഉണ്ടാവില്ല കുറച്ച് കാര്യം. ഫേവറേറ്റ് സദ്യ മൊത്തം ഭയങ്കര രസമാണ്. അതിങ്ങനെ ഓരോ ഇപ്പൊ സദ്യയിൽ ഇപ്പൊ ആദ്യം നെയ്യ് കൂട്ടിയിട്ട് പിന്നെ സാമ്പാർ, പപ്പടം, ഇങ്ങനെ പിന്നെന്താണ് നമ്മൾ പിന്നെ മോര് കൂട്ടി കഴിക്കും, രസം കൂട്ടി കഴിക്കും, ലാസ്റ്റ് പിന്നെ ഏറ്റവും അതിൽ എനിക്ക് തോന്നുന്നു ഞാനല്ല കേരളീയർ മൊത്തം എൻജോയ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം ആ ഇലയിൽ പായസം ഒഴിച്ച് കൈകൊണ്ട് പിടിക്കുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, ആ ഒരു ഫീലും ടേസ്റ്റും വേറൊന്നിനും ഇല്ലാന്ന് തോന്നുന്നു. നിറഞ്ഞ മനസ്സോടെ ഓണത്തെ സ്വീകരിച്ചു, അല്ലാതെ ഇലയിലെ പായസം കഴിച്ച് കഴിഞ്ഞാല് അവിടെ അത് ഫിനിഷായി. അത് രോമങ്ങളല്ലേ കൃത്യമായി പറഞ്ഞു കേട്ടോ. അത് വളരെ ഫ്രാങ്ക് ആണ് കേട്ടോ. ആ ഒരു പിന്നെന്താ ഡോക്ടേഴ്സിന്റെ ഇതൊക്കെ മാറ്റി വെച്ചുകൊണ്ട്
തീർച്ചയായിട്ടും അത് പറഞ്ഞ ഡോക്ടേഴ്സ് മനുഷ്യരല്ലേ? തീർച്ചയായിട്ടും എല്ലാം ഞങ്ങൾ പറഞ്ഞത്. കാരണം ഞാൻ നേരത്തെ അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ കുറച്ചും കൂടി ഫ്രാങ്കായിട്ട് സംസാരിക്കുന്നത് പറഞ്ഞത് അതുകൊണ്ടാണ്. കാരണം ഇപ്പം മാം പറഞ്ഞുകൊണ്ട് ഒന്ന് ആഡ് ചെയ്താൽ ഇങ്ങനെ രോമക്കുപങ്ങളൊക്കെ എഴുന്നേറ്റ് ആ പായസം ഇലയിൽ വീഴുന്നു കഴിഞ്ഞാൽ പിന്നെ ആരും അവന് പിടിച്ചിരിക്കാൻ പറ്റില്ല, അത് അവിടെ തീർന്നു. ഇപ്പം മാം പറയൂ, നമ്മളിപ്പോൾ ഇവർ ഈ വിശേഷങ്ങൾ പറഞ്ഞില്ലേ, ഇപ്പം നാട്ടിൽ ഇപ്പോൾ കാഞ്ഞങ്ങാട് വന്നിട്ടും ബേസിക്കലി ഇപ്പം മാം പഠിച്ചതൊക്കെ ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആണോ? അല്ല, ജനിച്ചതല്ല, വളർന്നതൊക്കെ ഇവിടെ തന്നെയാണ്, സ്കൂളിംഗ് ഒക്കെ. പിന്നെ കോളേജ് ഔട്ട്സൈഡ് ഒക്കെ ആയിരുന്നു, പിന്നെ മാംഗ്ലൂർ സൈഡിൽ തന്നെ ആയിരുന്നു. പിന്നെ നമ്മുടെ ഈ ഓണത്തോടൊപ്പം തന്നെ നമുക്ക് ഈ ദീപാവലി ഒക്കെ വരുന്നില്ല, പൊങ്കൽ, ഇതും ഇതിൻ്റെ കൂടെ ആഘോഷിക്കാറുണ്ട് സാധാരണ വീടുകളിൽ. എങ്ങനെയാണ് ആ ഒരു സിസ്റ്റം എങ്ങനെയാണ്? നേരത്തെ മാം ആന്ധ്രേൻ്റെ കഥ പറയുമ്പോൾ ഓക്കെ, ഈ സമയം നല്ല പൊതുവെ ഉള്ള സമയത്ത് അതും കൂടി ആഘോഷിക്കാറുണ്ട്, അതിന്റെ സമാന സ്വഭാവം. അതൊക്കെ ഗ്രാൻഡ് ആണ്, യൂഷ്വലി എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്നതാണ്. ദീപാവലി എനിക്ക് തോന്നുന്നു കേരളത്തിൽ മാത്രമാണ് അങ്ങനെ ഒരു കൂടുതലായിട്ട് ആഘോഷിക്കാത്തത്. ബാക്കി എല്ലാ സ്റ്റേറ്റ്സിലും ഭയങ്കര ഗ്രാൻഡായിട്ട് ആഘോഷിക്കുന്ന ഒരു സംഭവമാണ്. ഞാൻ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്, ഞാൻ ശ്രുതി മാമിനെ അത് കാര്യമായിട്ട് അത് പറയാൻ ഞാൻ റെഡി ആയിട്ട് നിൽക്കുന്നത്. പറയാം ദീപാവലി പെട്ടെന്ന് പറഞ്ഞു തീർക്കണം, അത് കാരണം ഞാൻ വളരെ ഈഗർലി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇവിടുന്ന് സ്കിപ്പ് ചെയ്യുന്നതാണ്, ഞാൻ അതിനുശേഷം ആര്യ മാമിൻ്റെ അടുത്തേക്ക് വരാം. പറയുന്നു ആക്ച്വലി ഓണമിൻ്റെ ഈ ബലി ചക്രവർത്തിയുടെ ആ കഥ എല്ലാം നമുക്ക് ദീപാവലിയാണ് ശരിക്കും പറഞ്ഞാൽ. ഈ ബലി പാഡ്യമി എന്ന് പറയും, ദാറ്റ്സ് എ പാർട്ട് ഓഫ് ദീപാവലി. സോ ഇവിടെ ഓണം ആഘോഷിക്കുന്ന പോലെ തന്നെ കർണാടകയിലെ ഔട്ട്സൈഡ് സ്റ്റേറ്റിൽ സെയിം കഥകൾ നമ്മൾ ദീപാവലിയിൽ പറയും. നോ, ആഘോഷിക്കാനുള്ള രീതി വേറെയാണ്. നിങ്ങൾ വിഷുക്കാണ് ക്രാക്കേഴ്സ് പൊട്ടിക്കുന്നത്, നമ്മൾ ദീപാവലിക്കാണ് പൊട്ടിക്കുന്നത്. സോ ഇങ്ങനെ ബട്ട് നൗ എവറി സ്റ്റേറ്റ് ഇസ് ലൈക്ക് പറഞ്ഞ പോലെ എല്ലാ സ്റ്റേറ്റിലും എല്ലാവരും ആഘോഷിക്കും. ഇപ്പൊ ഇവിടെ ദീപാവലി ഇല്ലാന്നില്ല. സോ നമ്മൾ പട്ടാക്ക പൊട്ടിക്കും എന്തായാലും വീട്ടിൽ, ഇവിടെ ഉണ്ടാണെങ്കിലും മാംഗ്ലൂരിൽ ഉണ്ടാണെങ്കിലും. എങ്കിലും കുറേ ദീപാവലി ദിവസം കേരളത്തിലും സോ നമ്മൾ എങ്ങനെ ഇപ്പൊ മലയാളി പോലെ തന്നെ വി ഓൾസോ ഹാവ് സ്റ്റാർട്ടഡ് സെലിബ്രേറ്റിംഗ് ഓണം. നമ്മുടെയും ഇപ്പൊ വീട്ടില് ഓണം പൂക്കളം ഞാനും വരച്ചിട്ടുണ്ട്, വലിയ പൂക്കളം എന്റെ വീട്ടിലുണ്ട്. 10 ദിവസം ഇല്ല, അത് പ്രൊഫഷൻ ആയതുകൊണ്ട് കുറച്ചും കൂടി എല്ലാ ദിവസവും വെക്കാൻ അവിടെ കോംപ്രമൈസ് ആക്കും. നാട്ടുപുറത്തൊക്കെ എനിക്ക് തോന്നുന്നു ചിങ്ങം തുടങ്ങിയാൽ ചിങ്ങം മുതൽ ഒരു മാസം പൂക്കളം. അപ്പൊ എനിക്കൊക്കെ വീട് ഭയങ്കര ഉള്ളിലേക്കാണ്, അപ്പൊ അവിടെ ചിങ്ങം തുടങ്ങുമ്പോ മുതൽ വീട്ടിൽ അവിടെ കളത്തില് കുഞ്ഞു പൂക്കളായിരിക്കും, അവിടെ തന്നെയുള്ള പൂക്കൾ ഇന്നും അത് ഫോളോ ചെയ്യുന്നുണ്ട്. ഞാൻ ചീമേനി പൊതാവൂരാണ്. പൂവിന് അതായത് ഇങ്ങനത്തെ ആർട്ടിഫിഷ്യൽ ഈ ജമന്തി ചെണ്ടുമല്ലി അങ്ങനത്തതൊന്നും അല്ല, നമ്മുടെ അവിടെ നാട്ടിലെ തൊടികളിലും വഴികളിലും ഒക്കെ ഉണ്ടാവണ പൂക്കളില്ലേ, നമ്പ്യാർ വട്ടപ്പൂവ്, റോസാപ്പൂ, പിന്നെ ആ ഒരു മഞ്ഞപ്പൂ ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെയുള്ള പൂ വെച്ചിട്ടാണ്. സാധാരണ നമ്മൾ ഈ കാക്കപ്പൂ, തുമ്പപ്പൂ നേരത്തെ പറഞ്ഞു വീടുകളുണ്ട്, പക്ഷെ കാക്കപ്പൂ പറയുന്ന നാട്ടുപുറത്ത് കിട്ടുന്ന ഓണത്തിന്റെ സമയത്ത് മാത്രം ഉണ്ടാകുന്നത്, ആ സമയത്ത് മാത്രം നമ്മൾ കളക്ട് ചെയ്ത് പോകുന്നുണ്ടല്ലോ, അതിനെ കുറിച്ചൊന്നും പറയാൻ പറ്റും? പൂക്കൾ നമ്മുടെ നാട്ടിൻപുറത്ത് നമുക്ക് നാച്ചുറൽ ആയിട്ട് കിട്ടുന്ന കുറെ പൂവുണ്ട്. ഇപ്പൊ റോസാപ്പൂ ഒക്കെ നമുക്ക് പിന്നീട് കാര്യമാണ്. അതിനു മുമ്പ് ഞാൻ കാക്കാപ്പൂ ഒക്കെ പറഞ്ഞില്ലേ, അതുപോലുള്ള പൂവുകളൊക്കെ നമ്മൾ സ്കൂൾ പഠിക്കുന്ന സമയത്തൊക്കെ പറിച്ചിട്ട് വീടുകളിൽ ഇടുന്ന ഒരു സംഭവം ഉണ്ടാവില്ല. നേരത്തെ സ്കൂളിൽ യങ്ങായിട്ട് കഥകൾ പറഞ്ഞു, അപ്പൊ ഇത് സ്കിപ്പായിട്ടുണ്ടാവും. ഒരുപാട് തരം പൂക്കളുണ്ട്. പക്ഷെ നമ്മള് എനിക്കത് നമ്മൾ അന്നൊക്കെ പൂക്കൾ ഇടുമ്പോ പൂക്കളെ കൂടെ കുറെ ഇലകളെല്ലാം ഇടുമായിരുന്നു. അതെല്ലാം കുറച്ച് കളേഴ്സ് എക്സ്ട്രാ കളേഴ്സ് എല്ലാം കിട്ടാൻ വേണ്ടിട്ട് ഇലകളും പൂക്കളും അതായത് ബോർഡർ എല്ലാം പ്രധാനമായിട്ട് പച്ച, പിന്നെ ആ ഒരു ഡാർക്ക് മെറൂൺ, ഡാർക്ക് ബ്രൗൺ കളർ ഇതെല്ലാം കിട്ടാൻ വേണ്ടിട്ട് അങ്ങനെ കുറച്ച് ഇലകളുണ്ട്, അതെല്ലാം ഓർമ്മയുണ്ട്. പിന്നെ കുറെ തരം പൂക്കളുണ്ട്, ഇന്നില്ല എന്ത് കിട്ടിയാലും അതെല്ലാം കൊണ്ടുവന്ന് ഇടല് വളരെ പ്രധാനമായിരുന്നു. പായസത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായില്ലേ, ഏതൊക്കെ പായസം ഉണ്ടായിരുന്നു സാധാരണ ഓണത്തിന്? പ്രിപ്പയർ ചെയ്യാറുണ്ടോ അല്ല സിന്തറ്റിക്? വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാറാണ്. ഓണത്തിന് പ്രത്യേകിച്ച് വീട്ടിൽ തന്നെ സദ്യ ഉണ്ടാക്കാറ്. സദ്യക്ക് ഇപ്പൊ പറഞ്ഞ പോലെ ഏത് ഐറ്റമാണ് ഇഷ്ടം എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാം, കാരണം സദ്യയിൽ ഏതെങ്കിലും ഒന്ന് മിസ്സായാൽ അത് നമ്മൾ അറിയും അല്ലേ. ഏത് ഐറ്റം മിസ്സാണ്, ഇപ്പൊ കൂട്ടുകറി ആണെങ്കിലും പായസം ആണെങ്കിലും
ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ഒരു ഇല ആ ഒരു ഫുള്ളായിട്ട് നിൽക്കണം. അതിന് വിളമ്പുന്ന ഒരു രീതി പോലും ഉണ്ട്. ഇപ്പൊ ഇല വെച്ചാല് ഇല വെക്കുമ്പോൾ ഇലേന്റെ ലെഫ്റ്റ് സൈഡിൽ ഈ പിന്നെ തുടങ്ങിയ അച്ചാറും ചെറിയ ചെറിയ ഈ ഉപ്പേരി, പിന്നെ ഇതില്ലേ ശർക്കര ഉപ്പേരി, വറുത്തപ്പേരി, പിന്നെ പുളിയിഞ്ചി, അങ്ങനെ നിർത്തിട്ട് ഇപ്പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് കൂട്ടുകറി, ഓലൻ, കാളൻ, അവിയല്, പപ്പടം എല്ലാം ഇങ്ങനെ ഇഞ്ചി തൈര്. ഞാൻ വലിയൊരു ഫുഡ് ഭയങ്കരമായിട്ട് ഫുഡ് അല്ല കഴിക്കാൻ അങ്ങനെ ഭയങ്കരമായിട്ടല്ല. പക്ഷെ എനിക്ക് സദ്യ, ഓണസദ്യ വളരെ സ്പെഷ്യലാണ്. ഓണസദ്യ എല്ലാ വിഭവങ്ങളും അത് ഇങ്ങനെ ഇല നിറഞ്ഞിരിക്കണം. ഈ ഐറ്റംസ് എല്ലാം നേരത്തെ സുജിമ പറഞ്ഞല്ലേ, അതുപോലെ ഈ ഐറ്റംസ് എല്ലാം സാധാരണ ഓണം ആഘോഷിക്കുന്ന സമയത്ത് ഉണ്ടാവും. ആസ് ആർത്തി മാം പറഞ്ഞ പോലെ ഞാനൊരു വലിയ ഫുഡി ഒന്നും അല്ല, എങ്കിൽ അവർ പറഞ്ഞ പോലെ എനിക്ക് ഫുൾ വേണം. അവിടെ എന്താ മിസ് ചെയ്താലും എനിക്ക് മനസ്സിലാവും. എന്താ മനസ്സിലാവും. പക്ഷെ മെയിൻ കൈ പോണത് പുളിയിഞ്ചി, കൂട്ടുകറി, ഓൾ ദീസ് തിങ്സ് വേണം. പായസം ഇതൊക്കെ വളരെ കാണും. അവിടെ ഉണ്ടാവുമ്പോൾ അങ്ങനെ എനിക്ക് ഓക്കെ ഓണസദ്യ അമ്മ ഉണ്ടാക്കും. അമ്മ ഒരു 7-8 വെറൈറ്റീസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ ഇവിടെ വന്ന് കഴിഞ്ഞിട്ടാണ് ഞാൻ ഭയങ്കര ഫുഡി ആയത്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മളെ നാട്ടിലെ ഭക്ഷണത്തിന് ഇത്രയും സ്വാദുണ്ടെന്ന് അറിഞ്ഞ തന്നെ ഇവിടെ വന്നിട്ടാണ്. അതുകൊണ്ട് ഐ റിയലി ലൈക്ക്, ഞാൻ എല്ലാം കഴിക്കും. അതിൽ എൻ്റെ ഒരു ഫേവറേറ്റ് കൂട്ടുകറിയാണ്. പ്രിപ്പയർ ചെയ്യും അത്യാവശ്യം. ഓക്കെ, ഒരു ആവറേജ് കുക്ക് അങ്ങനെ പറയാം. ഇതിപ്പോ ഞാനിപ്പോ ഒരു 10 ഔട്ട് ഓഫ് 10 കുക്കാണ് പറഞ്ഞ ആരും വിശ്വസിക്കില്ല. അതുകൊണ്ട് അതിനെക്കാട്ടി നല്ലത് പറയുന്നില്ല. പക്ഷേ ഒന്ന് പറയാനില്ല, എൻ്റെ മദർ ഇൻ ലോ വളരെ നല്ല കുക്കാണ്. മദർ ഇൻ ലോ എൻ്റെ അമ്മയും നല്ലൊരു കുക്കാണ്. സോ അവരെ കമ്പയർ ചെയ്യുമ്പം ഞാനൊരു ആവറേജ് കുക്ക് അങ്ങനെ പറയാം. അതായിരിക്കും നല്ലത്. ഓക്കെ, നമുക്ക് ഓണത്തിന് മറ്റൊരു വളരെ സവിശേഷമായ ഒരു അവസ്ഥയാണ് ഈ ഡ്രസ്സ്. പുതിയ ഓണക്കോളി എന്നൊക്കെ പറയുന്നത്. നമ്മൾ നേരത്തെ പൂക്കളത്തെക്കുറിച്ചും സദ്യയെക്കുറിച്ചും നാട്ടുമ്പുറത്തിൻ്റെ ഉത്സവത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്ത വളരെ എപ്പോഴും വളരെ നിറഞ്ഞ മനസ്സോടെ ഓർമ്മിക്കുന്ന ഒരു കാര്യമാണ് ഓണക്കോളി എടുക്കുന്നത്. ഓണക്കോളി അവിടെ തന്നെ പറയാം, ദീപാവലി സ്റ്റാർട്ട് ചെയ്തതല്ലേ? ചെറുപ്പത്തിലുണ്ടല്ലോ ഓണക്കോടി, ഓണത്തിൻ്റെ സമയം നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ്റെ അമ്മേൻ്റെ അല്ല, അമ്മമാർ, നമ്മുടെ എന്താ പറയുക അച്ചാച്ചൻ, അമ്മമ്മ, ഇവരുടെ എല്ലാം വക നമുക്ക് ഇങ്ങനെ ഓരോ ഡ്രസ്സ് കിട്ടും, ഓരോ ഉടുപ്പുകൾ കിട്ടും. അപ്പോൾ നമ്മൾ ആ ഒരു സന്തോഷം, ആ ഒരു ഇത് എക്സൈറ്റ്മെൻറ്റ്, ഇത് ഇടാനുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ ഉത്രാടത്തിനൊരു ഡ്രസ്സ്, തിരുവോണത്തിനൊരു ഡ്രസ്സ്, ഇങ്ങനെയൊക്കെ ഇടുമല്ലോ, ആ ഒരു സന്തോഷം ഉണ്ടാവും. അതിനേക്കാളും ഡ്രസ്സിനേക്കാളും എനിക്കിപ്പോൾ തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കേരളീയ വേഷം ഉണ്ടല്ലോ, മുണ്ടും നേരിയതും സെറ്റ്, അത് ആരിട്ട് കഴിഞ്ഞാലും ഒരു ഭയങ്കര ഐശ്വര്യമല്ലേ? അല്ലേ? ഇപ്പം മാഷി തന്നെ എന്താണ് എപ്പോഴും ഈ പാൻറ്റും ഷർട്ടും ഇൻസൈഡ് ആക്കുന്നതിനേക്കാൾ ഇന്ന് വേറെ തന്നെ ഒരു ഭയങ്കര ഇഷ്ടപ്പെട്ട്. ദീപാമൻ പറഞ്ഞില്ലേ, നമുക്ക് ഈ ഡ്രസ്സ് എടുക്കുക എന്ന് പറയുന്നത്, ഡ്രസ്സ് നമ്മൾ ധരിക്കുക എന്നല്ല, നമ്മൾ വാങ്ങിച്ച് കൊടുക്കുക എന്ന് പറയുന്നത് നമ്മൾ വീട്ടിലെ ഫാമിലി, കുട്ടികൾക്ക്, മുതിർന്ന ആളുകൾക്ക് എന്നല്ലേ, അതൊരു പ്രത്യേക അനുഭവം, പ്രത്യേക സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ലേ അത്? എങ്ങനെയാണ് ആ അനുഭവത്തെ നിങ്ങൾ കാണുന്നത്? ഇല്ല, അതാണ് നോക്ക്. മുമ്പൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ ഈ ഒരു സമയമാണ് ഡ്രസ്സ് വാങ്ങാൻ കിട്ടുന്നത്. ഇപ്പൊ ഷോപ്പിംഗ് എന്ന് പറഞ്ഞ ഒരു എൻറ്റിറ്റി വേറെ തന്നെയുണ്ട്. അപ്പൊ ഇതൊക്കെ ഒരു എക്സ്ട്രാ ആയിട്ട് മാത്രമാണ് വരുന്നത്. എക്സാക്ട്ലി. മുമ്പൊക്കെ ആണെങ്കിൽ ഇതായിരുന്നു ഒരു അവസരം, എന്തെങ്കിലും പുതിയ ഡ്രസ്സ് വാങ്ങാനോ കൊടുക്കാനോ എല്ലാം. സദ്യയാണെങ്കിൽ പോലും ഒരു കാലഘട്ടത്തിൽ ഒരു കാലഘട്ടത്തിൽ നമുക്ക് സദ്യ എന്ന് പറയുന്നത് അങ്ങനെ കഴിക്കാൻ പറ്റുന്ന ഉണ്ടായിട്ടില്ല. ഈ തലമുറ ഇത് നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഒന്ന് തന്നെ ഹെൽപ്പ് ചെയ്യണത്. കാരണം എന്താ വെച്ചാൽ ഈ നമ്മൾ ഈ നമ്മുടെ മക്കളുണ്ടാവല്ലോ, അവരെ നമുക്ക് ഇതെങ്ങനെ കൺവിൻസ് ചെയ്യാൻ പറ്റും? നമ്മൾ വളർന്നു വന്ന കാലഘട്ടം അല്ലെങ്കിൽ നമ്മൾ പഠിച്ച കാലഘട്ടത്തിൽ ഓണം ഇങ്ങനെയായിരുന്നു, അങ്ങനെ അത് അവരെങ്ങനെയാണെന്ന് ഷെയർ ചെയ്യുന്നു, ആരാണത് ഷെയർ ചെയ്യുന്നത്? വലിയ ചേഞ്ചസ് ഡെഫിനറ്റ്ലി ഷോപ്പിംഗ് മറ്റേ രീതിയിലൊക്കെ അതർവൈസ്
ആഘോഷിക്കാനുള്ള രീതി ഓൾമോസ്റ്റ് മുമ്പൊക്കെ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർക്കിടകം കഴിഞ്ഞിട്ട് കർക്കിടകം കഴിഞ്ഞിട്ട് വരുന്ന ചിങ്ങം പിന്നെ ഓണം അതായിരുന്നു. അപ്പം മുമ്പൊക്കെ ഭൂരിഭാഗം ആൾക്കാരും നാട്ടിൻപുറത്ത് സാധാരണ ജോലി ചെയ്തിട്ട്, അപ്പം ഈ മഴക്കാലവും കർക്കിടക മാസത്തിലൊന്നും പലപ്പോഴും പലർക്കും എന്താ പറയുക പട്ടിണി ആയിരിക്കാമെന്ന് നമ്മുടെ ചാച്ചന്മാരും അമ്മമ്മമാരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ മക്കൾക്ക് അതൊന്നും അത് മനസ്സിലാക്കാനോ അത് എത്രത്തോളം അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് അറിയില്ല. അവരത് കൺവിൻസ് ചെയ്ത് കൊടുക്കാനും പറ്റില്ല. കാരണം ഇന്ന് ചെറിയ കുട്ടികൾക്ക് ഓൺലൈൻ ഷോപ്പിങ്ങും അതോടൊപ്പം തന്നെ വളരെ ലാവിഷായിട്ടുള്ള ഫുഡ്, ഫാസ്റ്റ് ഫുഡൊക്കെ കണ്ടിട്ട് വളർന്ന വളരുന്നൊരു ജനറേഷനാണ്. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ കർക്കിടകം കഴിഞ്ഞ് വരുന്ന ചിങ്ങവും ഓണവും ഒന്നും എത്രത്തോളം ഇന്നത്തെ കുട്ടിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അറിയില്ല. ഈ തലമുറയ്ക്ക് നമുക്കത് കൺവിൻസ് ചെയ്ത് കൊടുക്കുക. പക്ഷേ എന്നിരുന്നാലും എനിക്ക് തോന്നുന്നു നമ്മൾ ഡെയിലി ഒരു നിത്യേന നമ്മൾ കുട്ടികളുടെ കൂടെ ഇരിക്കുമ്പോൾ നമ്മൾ എന്തായാലും കുറച്ച് സംസാരിക്കല്ലോ. നമ്മൾ അപ്പൊ എന്തായാലും നമ്മളെ പഴയ കഥകൾ അവര് മനസ്സിലാക്കാനൊന്നുമില്ല. അവർക്ക് അത് അനുഭവിച്ചിട്ടില്ല എങ്കിലും നമ്മൾ പറയുമ്പോൾ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ പിന്നെ അവര് കേട്ടിരിക്കും. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് പഴയ കഥകൾ, പഴമ കഥകൾ കേൾക്കാനും. പ്രത്യേകിച്ച് എൻ്റെ അമ്മേന്റെയും എല്ലാം എടുത്ത് അവരെല്ലാം നല്ലോണം, അവരുടെ മുത്തശ്ശിയല്ലേ, അവരുടെ മുത്തശ്ശിവരെല്ലാം നല്ലോണം കഥകളെല്ലാം പറഞ്ഞു കൊടുക്കും. അവർക്കത് കേട്ടിരിക്കാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവരത് അനുഭവിക്കുന്നില്ലെങ്കിലും ആ ഒരു കഥകൾ പോലെ അവരത് കേട്ടിരിക്കും. അപ്പൊ അത് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നാല്, പഴയ കാര്യങ്ങളെല്ലാം സംസാരിച്ചുകൊണ്ടിരുന്നാല് അവർക്ക് ആ ഒരു ചെറിയ തോതിലെങ്കിലും ആ ഒരു ഇത് മനസ്സിലാക്കാൻ പറ്റേണ്ടതാണ്. അല്ല, മുമ്പത്തെ അതേപോലെ നമുക്ക് അത് എല്ലാം അങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റുന്നല്ല, പക്ഷെ അതിൻ്റെ ഒരു സത്തുണ്ടല്ലോ, ലൈക്ക് എസൻസ് എന്ന് പറയും. അപ്പൊ അത് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എക്സാക്ട്ലി. ഇപ്പൊ എല്ലാവർക്കും കൂടാനൊന്നും പറ്റിയെന്ന് വരില്ല, പക്ഷെ ഉള്ളവര് വെച്ചിട്ട് മേ ബി അതിൽ റിലേറ്റീവ്സിനെക്കാളും കുറച്ച് ഫ്രണ്ട് സർക്കിൾ ആയിരിക്കാം. മനസ്സിലായില്ലേ? അപ്പൊ മലയാളി തന്നെ ആവണമെന്നില്ല, എന്താ പറഞ്ഞാല് അച്ഛച്ചന്മാരും അച്ഛമ്മമാരും അല്ലെ അമ്മൂമ്മമാരും അവരൊക്കെ ഉണ്ടെങ്കിൽ അവരാണ് ആക്ച്വലി മെയിൻ സോഴ്സ്. സോ അവരെ കുട്ടിക്കാലം പറഞ്ഞ് ശരിക്കും പറഞ്ഞ ഒരു 70-80 വർഷം മുൻപിലെ കാര്യങ്ങൾ. സോ അവരെ ആ തലമുറയിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതങ്ങനെ നമ്മളെ മക്കൾക്കും നമ്മളങ്ങനെ പാസ് ചെയ്യണമാണ്. സോ എന്നാൽ മാത്രമേ അവർക്ക് അതിൻ്റെ ആ ഒരു ശരിക്കും അതുകൊണ്ടാണ് ഓണം ഇത്രയും ഒരു ഇമ്പോർട്ടൻസ് അതുകൊണ്ടാണ് തോന്നുന്നത്. ബിക്കോസ് അത്രയും പട്ടിണിക്കാലും പിന്നെ ആ ഭയങ്കര മഴക്കാലമൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ഓണം ഹാർവെസ്റ്റ് സീസൺ വരുന്നത്. സോ ഈ ഒരു സമയത്താണ് നെല്ലും നമ്മൾക്ക് ഭക്ഷണം നല്ലോണം കഴിക്കാൻ പറ്റുന്നതൊക്കെ. സോ അതുകൊണ്ടാണ് ഈ ഓണം എനിക്ക് തോന്നുന്നു ഇത്രയും നല്ല രീതിയിൽ നമ്മളെ മലയാളികൾ ആഘോഷിക്കുന്നത്. അത് നമ്മളെ മക്കളോട് പറഞ്ഞു കൊടുക്കും വേണം, അവർക്ക് അതിൻ്റെ ആ ഇമ്പോർട്ടൻസ് അറിയണം എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു ഓണത്തിന് മുമ്പുള്ളതിനെക്കാട്ടും പ്രാധാന്യം ഇന്നത്തെ കാലഘട്ടത്താണ്. ഓണം എന്നുള്ള ഒരു ഡേക്കും ആ ഒരു മെസ്സേജിനും. പണ്ട് എല്ലാ ദിവസവും എല്ലാവരും കുറച്ചും കൂടെ ഒരു സമൂഹം പൊതുവെ കുറച്ചും കൂടെ ഒരു കളറും ചതിയും ഇല്ലാത്തൊരു കാലം, അങ്ങനെ നമ്മളൊരു ഐഡിയയിൽ വിചാരിക്കുന്ന ആ ഒരു കാലഘട്ടം സമൂഹം കുറച്ചും കൂടി ഒരു ഇൻക്ലൂസീവ് ആയിരുന്നല്ലോ. ഇപ്പം നമ്മൾ കുറച്ചും കൂടി ഒരു സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് അകന്നിരിക്കുന്ന, പിന്നെ സോഷ്യൽ മീഡിയ നല്ല എഫക്റ്റ് ഇല്ലേ? സോഷ്യൽ മീഡിയ എഫക്റ്റ് നല്ലോണം പിന്നെ സ്കൂളിൽ ആക്ച്വലി ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ കുറെ ആഘോഷിക്കുന്നു. സോ ദാറ്റ്സ് നമുക്ക് എല്ലാ ആഘോഷം അതായത് നമുക്ക് ഒരു ആഘോഷം എന്നില്ല, അങ്ങനെ ഒരു സിറ്റുവേഷൻ, അങ്ങനെ ഒരു അവസരം കിട്ടാനാണ് നമ്മളെല്ലാം കാത്തുന്നത്. അതില് നമ്മളെല്ലാവരും എൻഗേജ് ചെയ്യുന്നുണ്ട്. പ്രായഭേദമന്യേ എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലഘട്ടത്തിൽ എല്ലാ ജനറേഷനും അതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ശേഷമാണ് ആ ഒരു മാറ്റം കൂടുതൽ പ്രകടമായി തോന്നിയിട്ടുള്ളത്. ഡോക്ടേഴ്സ് ഞാൻ ഒരു ക്വസ്റ്റ്യൻ അതിലേക്ക് പോകുന്നത്, ഈ കോവിഡിന് ശേഷം മനുഷ്യന്മാരിൽ ഇങ്ങനെ ആഘോഷിക്കാൻ തീരുമാനിച്ചത് ഈ കോവിഡ് വന്ന സമയത്ത് പലരും ഒരുപാട് ഡെത്ത് നമുക്കുണ്ടല്ലേ, ഭയങ്കര. അപ്പോൾ ഇനി പറയും നമ്മളൊരു ജനറേഷൻ കണ്ട ഒരു മാസികമായിട്ട് ഭയങ്കര ഡെത്തല്ലേ ഉണ്ടായത് ആ സമയത്ത്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ, വെറുതെ നമ്മളിനി വീട്ടിലിരുന്നിട്ടോ ഇങ്ങനെ കൂടുതൽ സമ്പാദിച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല, എല്ലാ ആഘോഷങ്ങളും വളരെ ഗംഭീരമായിട്ട് വളരെ നന്നായിട്ട് ആഘോഷിക്കണം എന്ന്
ജീവിതം തന്നെ ആഘോഷിക്കണം എന്നല്ലേ നമ്മൾ പറയുന്നത് അല്ലേ? അപ്പൊ നമ്മള് കോവിഡിന് ശേഷം കൂടുതൽ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഡോക്ടേഴ്സ് പറയുമ്പോൾ എന്റെ എന്റെ എന്താ ഞാൻ പറയുന്നത്, ആൻസൈറ്റി ഇങ്ങനെ വർദ്ധിക്കുകയാണ്. അത് എന്തുകൊണ്ടാണെന്നുള്ളത് ഫീൽ ചെയ്തിട്ടില്ല. നമുക്ക് ഫീൽ ചെയ്യുന്ന മാത്രമല്ല, നമ്മളെല്ലാ അതിനുശേഷമുള്ള എല്ലാ ആഘോഷങ്ങളും വളരെ ഗ്ലോറിയസ് അവര് കണക്കിലത് നന്നായി. പൊതുവെ നമ്മൾ ഡോക്ടേഴ്സ്, നേരത്തെ ദീപ മാം പറഞ്ഞത് ഡോക്ടേഴ്സ് മനുഷ്യന്മാരല്ലേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എന്നോട് ആങ്കറിങ് ചെയ്യുന്നതിനിടയിൽ തീർച്ചയായും അഡ്മിറ്റ് ചെയ്തു. ദീപ മാം നമ്മളെപ്പം ബിസി ഞാൻ ദീപ മാം എല്ലാ ഡോക്ടേഴ്സും വളരെ ബിസി ഷെഡ്യൂളിലെ ആളുകളാണ്. കാരണം നമ്മൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് എപ്പോഴും കോളും അല്ലാതെയൊക്കെ. ഓണം പോട്ടെ, ഈ നമ്മുടെ പേഴ്സണൽ ലൈഫ് എങ്ങനെ 1 by 1 ആയിട്ട് പറഞ്ഞാൽ നമ്മൾ ഇത്രയും ബിസി ഷെഡ്യൂളിൽ ഇതെങ്ങനെ റൺ ചെയ്യും, അതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും? ദീപാമ തുടങ്ങണം. കാരണം ഡോക്ടേഴ്സ് മനുഷ്യരില്ലെന്ന് പറഞ്ഞാൽ നേരത്തെ ദീപാമാണ് ആദ്യ ആൻസർ അവിടെ നിന്ന്. എനിക്ക് തോന്നുന്നു, ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ട് അങ്ങനെ തന്നെ വേണം. ഞാൻ പേഴ്സണൽ ക്വസ്റ്റ്യൻ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ മുന്നത്തെ ഡോക്ടേഴ്സിനെ അപേക്ഷിച്ച് ഞങ്ങൾ ഇപ്പോഴത്തെ ജനറേഷനിലുള്ള ഡോക്ടേഴ്സ് കുറച്ചും കൂടെ ഒരു വർക്ക് ലൈഫ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ മുന്നത്തവർ എനിക്ക് തോന്നുന്നു വളരെ അപൂർവമാണ്. നമ്മുടെ ഭയങ്കര സീനിയേഴ്സ് ആയിട്ടുള്ളവർ ഒരു വെക്കേഷനോ അല്ലെങ്കിൽ ഒരു ഡെഡിക്കേഷൻ അങ്ങനെയല്ല, ഡെഡിക്കേഷൻ അപ്പം കുറച്ചും കൂടെ ഒരു വർക്ക് ലൈഫ് ബാലൻസ് എന്താ പറയുക ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിൽ വിജയിച്ചു എന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ തിരുവോണത്തിനൊക്കെ ഞാൻ ഡ്യൂട്ടിയിലായിരുന്നു. നമ്മളിങ്ങനെ ചോറുണ്ണാനിരിക്കുമ്പം എനിക്ക് എമർജൻസി കേസിന് വേണ്ടി അപ്പം നമ്മൾ വേഗം എന്താ പറയുക ചോറ കഴിച്ചു എന്നാക്കി നമ്മൾ ഇറങ്ങി ഓടി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ നമ്മളുടെ ലൈഫിൽ സംഭവിക്കുന്നതാണ്. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ഡോക്ടേഴ്സിൻ്റെ ഇപ്പം വീട്ടിലൊക്കെ ഉള്ളവർ എല്ലാവരും ഇതുമായിട്ട് അഡ്ജസ്റ്റഡ് ആണ്. അതായത് നമ്മളെല്ലാവരും ഇതുമായിട്ട് അങ്ങ് പൊരുത്തപ്പെട്ടിട്ടാണ്. ഓക്കെ, ഒരു കോള് ചിലപ്പോൾ ഉണ്ടാവുമെന്ന് പറയും, ഇങ്ങനൊക്കെ പറയും, ഇവൾ ഉണ്ടാവില്ല സദ്യക്ക് എന്നുള്ള ആ ഒരു എന്താ പറയാ, അതിപ്പോ എല്ലാവരും അഡ്ജസ്റ്റഡ് ആണ്. അതിപ്പം കുഴപ്പമില്ലാതെ പോകും. അത് ഒരു കണക്കിൽ പറഞ്ഞാല് നമ്മളെന്താന്ന് വെച്ചാൽ ചിലപ്പം ഒരു ലീവൊക്കെ ആയിരിക്കും പ്ലാൻ ചെയ്യും ആ സമയത്ത്. ഇല്ലെങ്കിൽ വേറൊരാൾക്ക് കൂടുതൽ ആവശ്യമുള്ള ആൾക്ക് ലീവ് കൊടുത്തിട്ട് നമ്മൾ കവർ ചെയ്യും. അത് നമ്മളാണെങ്കിലും നമ്മളെ സഹായിക്കുന്ന സിസ്റ്റേഴ്സ്, നഴ്സസിന്റെ കാര്യം പറയുകയാണെങ്കിൽ അവരും ഉണ്ട്. മീൻസ് നമുക്കിപ്പോൾ ഈക്വലായിട്ട് ഓണം ആഘോഷിക്കുന്നവർ, ഓണം ആഘോഷിക്കാത്തവർ അങ്ങനെയില്ല. അപ്പോൾ കൂടുതൽ ആവശ്യക്കാർക്കാണ് അവർ ലീവ് എടുക്കും. ചിലപ്പോൾ ഡേ നൈറ്റ് തലേ ദിവസം മീൻസ് ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ദിവസങ്ങളാണല്ലോ 2 ദിവസം. സോ അങ്ങനെ എടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. വർക്ക് ലൈഫ് ബാലൻസ് എന്നോടല്ലേ ചോദിക്കുന്നതിന് മുമ്പ് വർക്ക് ലൈഫ് ബാലൻസ് നമ്മുടെ കരിയറും നമ്മുടെ ലൈഫും മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മൾ പലപ്പോഴും പ്രയോറിറ്റീസ് സെറ്റ് ചെയ്തിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ഓരോ ദിവസം ആ പ്രയോറിറ്റീസ് അതൊരു ഡെയിലി ബേസിസിൽ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് ഏത് കാര്യത്തിനാണ് നമുക്ക് ആ ദിവസം കൂടുതൽ, ചിലപ്പം ഒരുപക്ഷെ ഇപ്പം നമ്മളെ മക്കൾക്ക് വയ്യെങ്കിലോ ചിലപ്പോൾ അതിനായിരിക്കും നമുക്ക് ആ ദിവസം കൂടുതൽ പ്രയോറിറ്റി. ബാക്കി ദിവസങ്ങൾ ചിലപ്പോൾ നമ്മൾ കരിയറിന് കുറച്ച് അത് വളരെ ഫ്ലെക്സിബിളായിട്ട് വേണം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇങ്ങനെ ഒരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് ആയിട്ട് ഒരു ഒറ്റ ഫോർമുല വർക്കൗട്ട് ആവില്ല. അപ്പോൾ ഓരോ ദിവസത്തിനും ഓരോ സാഹചര്യത്തിനും അനുസരിച്ച് വളരെ ഫ്ലെക്സിബിളായും കൊണ്ട് നമ്മൾ പ്രയോറിറ്റീസ് സെറ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ കരിയറും ഈ ലൈഫും നമുക്ക് രണ്ടും ഈക്വലി എൻജോയബിൾ ആയിട്ട് കൊണ്ടുപോകാൻ 100% പറ്റും. അത് 100% ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അത് ആ പോയിന്റ് വേണമെങ്കിൽ നമുക്ക് എല്ലാവർക്കും സ്വീകരിക്കാം. ഏത് പ്രൊഫഷനിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവച്ച പാരലായിട്ട് കൊണ്ടുപോയാണെങ്കിൽ നമുക്ക് രണ്ടും എൻജോയ് ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ വർക്ക് ലൈഫ് ബാലൻസ് ഇല്ല, ഓണം ആഘോഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഇത് ഡെഫിനറ്റ്ലി ഫാമിലി സപ്പോർട്ട് വേണം. സോ ഫാമിലി സപ്പോർട്ട് ഇല്ലാതെ അമ്മ ആയിരിക്കും, അച്ഛനായിരിക്കും, ഇൻലോസ് ആയിരിക്കും, ആരായാലും. സോ നമ്മളെ ഫാമിലി സപ്പോർട്ട് ഉണ്ടാണെങ്കിൽ നമുക്കൊരു കോൾ അറ്റൻഡ് ചെയ്യാനും ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം. സോ അത് സ്മൂത്ത്ലി പോയാൽ നമുക്ക് ഏതായാലും എങ്ങനെയായാലും ആഘോഷിക്കാനും ഒന്നും എന്താ പറയുക തടകളുണ്ടാവില്ല. സോ ഇറ്റ് ക്യാൻ നമുക്കെങ്ങനെ വേണം അങ്ങനെ ആഘോഷിക്കാം. നമ്മുടെ ഡോക്ടേഴ്സിൻ്റെ ആഘോഷിക്കുന്നത് നിങ്ങളുടെ പോലെ ഉണ്ടാവില്ല ആയിരിക്കും. ആ ഒരു കോംപ്രമൈസ്ഡ് ലെവലിൽ പോകും. പക്ഷെ വി എൻജോയ്, നമുക്കത് തന്നെ സന്തോഷം. അപ്പോൾ പേഷ്യൻറ്റിനെ നോക്കണം, നമുക്ക് സന്തോഷമാവും. സോ ദാറ്റ് ഈസ് ഈക്വലി ഇമ്പോർട്ടൻറ്റ് ഫോർ us. കറക്റ്റാണ്. ആക്ച്വലി ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ
നമുക്ക് ശരിക്കും പോസ്റ്റ് കോവിഡ് ലൈഫ് ഇസ് സോ പ്രഷ്യസ് എന്ന് മനസ്സിലായി. സോ അതുകൊണ്ട് നമ്മൾ വൈ ടു സാക്രിഫൈസ്, അല്ലെ എന്തിനാണ് നമ്മൾ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത്? സോ ഐദർ നമ്മളെ പ്രൊഫഷൻ ആണെങ്കിൽ അതിലൊരു 100% കൊടുക്കുക, അതേപോലെ നമ്മളെ പേഴ്സണൽ ലൈഫ് ആണെങ്കിൽ അതിലും 100% കൊടുക്കുക. സോ ഐ ബിലീവ് ഇൻ ദാറ്റ്. അതുകൊണ്ട് എനിക്ക് എൻ്റെ പ്രൊഫഷൻ ഒരു പാഷനാണ്, അതുകൊണ്ട് അതിനെ ഞാൻ കോംപ്രമൈസ് ചെയ്യാറില്ല. അതേപോലെ ഫാമിലിയും അതേപോലെ ഞാൻ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാറുണ്ട്. ബിക്കോസ് ലൈഫ് ഇസ് വെരി ഷോർട്ട്. എന്തിന് നമ്മളിങ്ങനെ ഒന്നിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്ത് മറ്റേന് ഇമ്പോർട്ടൻസ് കൊടുക്കാണ്ടിരുന്നാൽ അത് നമ്മളെ മാത്രമല്ല ബാധിക്കുക, നമ്മൾ എൻറ്റയർ ഫാമിലി, നമ്മളെ കുട്ടികൾ നമ്മളെ കണ്ടിട്ടാണ് പഠിക്കുന്നത്. സോ നമ്മളൊരു എക്സാമ്പിളായിട്ട് അവർക്കത് സെറ്റ് ചെയ്ത് കൊടുത്താൽ വർക്ക് ആൻഡ് ലൈഫ് അത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ എന്ന് നമ്മളത് കാണിച്ചു കൊടുക്കണം അവർക്ക്. എന്നാൽ പിന്നെ അവരും അതേപോലെ ഫോളോ ചെയ്യും. പിന്നെ ഈവൻ ദ യങ്ങർ ജനറേഷൻസ് ഓൾസോ ഒരിക്കലും ഐ തിങ്ക് ഡോക്ടേഴ്സ് വി ക്യാൻ ഡു ഇറ്റ് അല്ലേ, നമുക്ക് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കാണേണ്ട കാര്യമില്ല. ആവശ്യമില്ല. വർക്ക് ഇസ് പാർട്ട് ഓഫ് ലൈഫ്. ജീവിതം എന്ന് പറഞ്ഞാൽ വർക്കും കൂടിയുള്ള വർക്കില്ലാത്തൊരു ലൈഫ്. കോൾ വരുവന്നേ ഉള്ളൂ. പക്ഷെ ഐ ഹാവ് സീൻ ഓഫ് ലൈറ്റ് കുറേ പ്രൊഫഷൻസ് ഉണ്ട്. നമ്മളെ പോലെ തന്നെ പോലീസിലായാലും നൈറ്റ് ഡ്യൂട്ടീസ് ഉണ്ട്, അപ്പൊ ചെറിയ എഞ്ചിനീയർ ആയാലും നൈറ്റ് കോൾസ് ഉണ്ടാവും. അല്ല ഇപ്പൊ മാഷിന് തോന്നില്ല, ഇപ്പൊ ടീച്ചിങ് അല്ലേ, ടീച്ചിങ് ആണെങ്കിൽ ഇപ്പൊ പണ്ടത്തെ പോലെ അല്ലല്ലോ. ഇപ്പൊ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ടീച്ചിങ് ആണെങ്കിൽ ഒരു ആസ് എ ടീച്ചറെ കുറച്ചും കൂടി ഡിമാൻഡിങ് അല്ലേ, കരിയർ കുറച്ച് ഡിമാൻഡിങ് ആണ്. പിന്നെ നമ്മളെ പ്രൊഫഷൻ നമുക്കൊരു പാഷനായിട്ട് തോന്നിയാൽ ഒരിക്കലും അതൊരു സ്ട്രെസ് ആവില്ല എനിക്ക് തോന്നുന്നു. ഇനി അത് സ്ട്രെസ് ആവുന്ന ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ വീൽ ടാക്കിൽ ഇറ്റ്, അതെങ്ങനെയെങ്കിലും നമ്മൾ ഓവർകം ചെയ്യും. നമ്മുടെ ഡോക്ടേഴ്സിൻ്റെ ഓണവിശേഷങ്ങൾ കാസർഗോഡ് വിഷൻ്റെ പ്രേക്ഷകരോട് എല്ലാവരും സംബന്ധിച്ചു കഴിഞ്ഞു. അവരുടെ യങ്സ്റ്റ്, അതായത് അവർ പഠിക്കുന്ന കാലഘട്ടത്തിലായാലും പിന്നീട് പ്രൊഫഷണലായ സമയത്തും ഒക്കെ എങ്ങനെയാണ് ഓണം ആഘോഷിക്കുന്നത്, അത് ഈ പുതിയ തലമുറയ്ക്ക് എങ്ങനെയാണത് പകർന്നു കൊടുക്കുന്നത്, അവർ പഴയ തലമുറയിൽ നിന്ന് എന്തൊക്കെയാണ് പഠിച്ചത്, ഈ വിശേഷങ്ങളൊക്കെ കാസർഗോഡ് വിഷൻ്റെ പ്രേക്ഷകരോട് ഡോക്ടർമാർ പറഞ്ഞു കഴിഞ്ഞു. നമ്മളൊരു ഓണം പ്രോഗ്രാം സാധാരണ അത് പര്യവസാനിപ്പിക്കൽ സാധാരണ നമുക്ക് നേരത്തെ തന്നെ ഡോക്ടേഴ്സ് ഇവിടെ പറയുകയുണ്ടായി, പലതരം കളികൾ, കൈകൊട്ടിക്കളി ഉണ്ടാകലുണ്ട്, പിന്നെ അതോടൊപ്പം തന്നെ പുലിക്കളി, ഇങ്ങനെ പല കളികളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ഡോക്ടേഴ്സൊക്കെ ഇതിൽ കലാകാരികളുമായ ഡോക്ടേഴ്സിനെ നമുക്കറിയാം. നമുക്ക് ഈ പരിപാടി അതിൻ്റെ വൈൻഡപ്പിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു പാട്ട്, ഓണപ്പാട്ടായ ഏറ്റവും ബെസ്റ്റ് ആര് പാടുന്നത് ഇപ്പോൾ തീരുമാനിക്കാം, എന്നിട്ട് നമുക്ക് ഈ പരിപാടി ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി, ഈ പൂവിളി മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാൻ. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. ആ സൂപ്പർ ആയിരുന്നു മാം. ശരിക്കും സംഗീതം പഠിച്ചിട്ടുണ്ടോ? അല്ല ഞാനങ്ങനെ ഇതായി പറയുന്നില്ല, സംഗീതം പഠിച്ചിരുന്നോ? സത്യമായിട്ട് പഠിച്ചില്ല, എന്തായാലും പഠിക്കാൻ പോകണം, അതാണ് എൻ്റെ റിക്വസ്റ്റ്. ഓണം സ്പെഷ്യൽ ടോക്ക് ടൈം ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. കാസർഗോഡ് വിഷൻ്റെ എല്ലാ പ്രേക്ഷകരും നിറഞ്ഞ മനസ്സോടെ ഓണാശംസകൾ. അതോടൊപ്പം തന്നെ ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ ഡോക്ടേഴ്സിനും കാസർഗോഡ് വിഷൻ്റെ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. എന്തായാലും ഈ തവണ ഓണത്തിന് കുറച്ച് മാധുര്യം കൂടുതലാണ്, പ്രത്യേകിച്ച് മാഷിൻ്റെ കൂടെ ഇങ്ങനൊരു എപ്പിസോഡ് നമുക്ക് ഇങ്ങനത്തെ ഒരു ടൈം, ഒരു സമയം കിട്ടിയതിൽ, അതിനുള്ള അവസരം ഒരുക്കിയതിന് കാസർഗോഡ് വിഷൻ ചാനലിനോട് നമ്മളെല്ലാവരും ഒന്നിച്ച് നന്ദി പറയുക. താങ്ക് യു.